വർക്കലയിലെ ഈ വാർത്തയുടെ ഞെട്ടൽ മാറും മുന്നേ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് ട്രെയിനിൽ നടന്ന മറ്റൊരു അതിക്രമ വാർത്ത നമ്മൾ കേട്ടു. ഭിന്നശേഷിക്കാരനായ നാസറിന് സഹയാത്രികളിൽ നിന്നാണ് മർദ്ദനമേറ്റത്. ഇത് ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെന്റ് ആണ് എന്ന് അവിടെ കയറിയിരുന്ന യാത്രികനോട് ഒന്ന് സൂചിപ്പിച്ചതേയുള്ളൂ. ആലപ്പുഴ താമരക്കുളം സ്വദേശിയായ നാസറിന് മേൽ അടി വീഴാൻ. പക്ഷേ ഇവിടെ അക്രമി വിദഗ്ധമായി കടന്നു കളഞ്ഞു. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ നടന്ന സംഭവം വിശദമായി പറഞ്ഞു തരും കണ്ണൻ നായർ. ഒരു പെൺകുട്ടിയെ മദ്യപനായിട്ടുള്ള വ്യക്തിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെയിട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ സംഭവത്തിൻ്റെ ഒരു ദിവസം പോലും തികയുന്നതിന് തൊട്ടു മുമ്പാണ് സമാനമായ രീതിയിലുള്ളൊരു സംഭവം കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ അരങ്ങേറിയത്. ഐലൻഡ് എക്സ്പ്രസിൽ നേരെ ശാസ്താംകോട്ടയിലേക്ക് വരികയായിരുന്നു നാസർ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് സമീപം താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ പ്രദേശവാസിയാണ്. അദ്ദേഹം ശാസ്താംകോട്ടയിൽ ഇറങ്ങാനായി പോകുന്നതിന് മുമ്പ് നേരെ ശുചിമുറിയിലേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ 25 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ വാതിലിൻ്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് മാറി നിൽക്കണം, ഇത് ഭിന്നശേഷിക്കാരുടെ മുറിയാണ് അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് ആണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള നാസറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ ഞാനിത് തുറന്നപ്പോൾ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് മാറി നിൽക്കി, ഇത് ഭിന്നശേഷിക്കാരുടെയാണ്, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത്തരത്തിന് അസഭ്യം പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ താഴെ കിടക്കുന്ന രംഗം ഓരോ ഇടിച്ചെന്നെ താഴെ ഇടുക. പിന്നെ ഇയാൾ അപ്പോഴത്തേന് ട്രെയിൻ സ്ലോ ആയി കഴിയുമ്പോഴത്തേന് മറ്റുള്ളവർ എന്നെ പിടിച്ചു പൊക്കിയ ടൈം കൊണ്ട് ഇയാൾ ഇറങ്ങിച്ചാടി. ഞെട്ട് തന്നെയാണ്. ഇപ്പോഴും അതിൽ നിന്ന് നമ്മൾ റിമൂവ് ആയിട്ടില്ല. ഈ സമയം ഭിന്നശേഷി കമ്പാർട്ട്മെന്റിൽ ആൾക്കാർ കുറവായിരുന്നു. എങ്കിൽ പോലും ആ ബാക്കി ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ എഴുന്നേറ്റ് വന്ന് ഈ നാസറിനെ മുകളിലേക്ക് ഉയർത്തിയിരുത്തി. തൊട്ടു പിന്നാലെ ആ ട്രെയിൻ ശാസ്താംകോട്ട സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. സ്റ്റേഷൻ എത്തിയതിന് തൊട്ടു പിന്നാലെ ഈ മർദ്ദിച്ച ചെറുപ്പക്കാരനായിട്ടുള്ള 25 വയസ്സോളം പ്രായമുള്ള അയാൾ നേരെ ഇറങ്ങി ഓടുകയായിരുന്നു. അതുകൊണ്ട് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല. നേരെ നാസർ റെയിൽവേ പോലീസിൽ പരാതി പറഞ്ഞു. റെയിൽവേ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ശാസ്താംകോട്ട പോലീസിലും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. നിലവിൽ ട്രെയിൻ യാത്ര സുരക്ഷിതമാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് നിലവിൽ ശാസ്താംകോട്ടയിലുണ്ടായ സംഭവം. പല സമയങ്ങളിലും ട്രെയിനിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർ കയറി വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതി വളരെ വലുതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി വർക്കലയിൽ ഒരു പെൺകുട്ടിയുടെ ചവിട്ടി ഈ റെയിൽപാളത്തിലേക്ക് ഇട്ടത്. അത് ഇപ്പോഴും ജീവന് വേണ്ടി മല്ലടിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു സമയത്താണ് സമാനമായ രീതിയിലുള്ള ഒരു സംഭവം ഇപ്പോൾ ശാസ്താംകോട്ടയിലും അരങ്ങേറിയത്.